കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുണ്ടാവുന്നത് റെക്കറൻ്റ് ആയിട്ട് പല ആൾക്കാരിലും കാണാറുണ്ട്. ചിലർക്ക് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും സ്റ്റോൺ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് എന്താണ് ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, നമുക്ക് ഈ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ എങ്ങനെ സ്റ്റോൺ മാറ്റാം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം പ്യൂരിഫൈ ചെയ്യുന്നത് കിഡ്നിയിൽ വെച്ചിട്ടാണ്. പ്യൂരിഫൈ ചെയ്ത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ കിഡ്നിയിൽ വെച്ചിട്ട് ആ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. മൂത്രമായിട്ട് അത് യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിലെത്തുന്നു, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടുന്ന് യൂറീത്ര വഴി പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിലും സ്റ്റോൺ ഫോർമേഷൻ നടക്കാം. അങ്ങനെ നടക്കുന്ന ആ ഒരു സ്റ്റോൺ ഫോർമേഷനെയാണ് നമ്മൾ പൊതുവെ മൂത്രത്തിൽ കല്ല് എന്ന് പറയാറ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ അതിൽ കിഡ്നിയിലാണ് സ്റ്റോൺ, അല്ലെങ്കിൽ യൂറീറ്ററിലാണ് സ്റ്റോൺ എന്ന് പറയും, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ സ്റ്റോൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് പൊതുവേ ഈ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണം. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാകുന്നതാണ്. നോർമലി നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പം 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 2 ലിറ്റർ വെള്ളം വേണം. അതായത് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നാണ് കണക്ക്. നമ്മൾ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഒരുപാട് വെയിൽ ഏൽക്കുന്ന, ഒരുപാട് വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് മാറ്റിക്കൊണ്ടിരിക്കണം. പൊതുവായിട്ട് ഈ ഒരു അളവിൽ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് മൂത്രം ഒഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നോർമലി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ച് മൂത്രം പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒരു പ്രോസസ്സ് നോർമലായിട്ട് നടക്കുകയാണെങ്കിൽ ഈ മൂത്രത്തിൽ കല്ലൊന്നും വരില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം കുറവാണെങ്കിൽ നോർമലി നമ്മുടെ മൂത്രത്തിൽ കാൽസ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തുടങ്ങിയ ഫോസ്ഫേറ്റ്, അമോണിയ തുടങ്ങിയ ലവണങ്ങളൊക്കെ കാണാറുണ്ട്. വെള്ളം കുടിയുടെ അളവ് കുറയുന്ന സമയത്ത് ഇവയെല്ലാം കെട്ടിക്കിടക്കുകയും ക്രിസ്റ്റൽ ഫോം ചെയ്യുകയും ചെയ്യും. അത് കിഡ്നിയുടെ പല ഭാഗത്തോ അല്ലെങ്കിൽ യൂറീറ്ററിലോ ബ്ലാഡറിലോ ഒക്കെ ഫോം ചെയ്യുന്നത് വഴിയാണ് ഈ കല്ല് കോമൺ ആയിട്ട് കാണുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടിയാൽ, കാൽസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഇത് വേണ്ടത്ര രീതിയിൽ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇവയെല്ലാം പുറന്തള്ളാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കും. അങ്ങനെയും വരാം. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് മൂത്രം ഒഴിക്കുന്നില്ല. മൂത്രം ഒഴിക്കാൻ തോന്നിയാലും നമ്മൾ മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും ഈ ലവണങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ പ്രോട്ടീൻ സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ അതിന് പ്രധാന കാരണം, പ്രോട്ടീൻ സ്റ്റോൺ എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺ ആണ് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. പ്രധാനമായിട്ടും ഈ റെഡ് മീറ്റുകളും അതുപോലെ തന്നെ പയറ്, കടല, പരിപ്പ്, ഇലക്കറികളൊക്കെ ധാരാളമായി കഴിക്കുക. പക്ഷേ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ അവിടെയും ഈ ഒരു സ്റ്റോൺ ഫോർമേഷന് കാരണമാവുന്നുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല, അമിതവണ്ണം ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ലോഡ് കിഡ്നിയിൽ വരികയും അതുമൂലം നമുക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർക്ക്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ അതുമൂലവും റിക്കറൻ്റ് ആയിട്ട് കിഡ്നിയിൽ ഒരു കൃത്യമായ ഒരു ഫംഗ്ഷൻ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാറുണ്ട്. ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാര് കുറവാണെങ്കിൽ, നോർമലി നമ്മൾ നാരടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല വേസ്റ്റ് പ്രൊഡക്ട്സും പുറന്തള്ളുകയുള്ളൂ. നാരങ്ങ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലും ഈ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അതും സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. അതോടൊപ്പം തന്നെ ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിൽ ധാരാളം ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യത്തിനെ വലിച്ച് രക്തത്തിലേക്ക് കൊണ്ടുവരികയും അത് പിന്നെ മൂത്രത്തിൽ വരികയും ചെയ്യും. അങ്ങനെ കൂടുതൽ കാൽസ്യം വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അധികമായിട്ട് ഉപ്പും പൊട്ടാസ്യത്തിൻ്റെ ലെവൽ വളരെ കുറവും അതോടൊപ്പം തന്നെ പഞ്ചസാര അല്ലെങ്കിൽ ഫ്രക്ടോസിൻ്റെ അളവ് കൂടുന്നതും ഒക്കെ നമ്മളിന്ന് കഴിക്കുന്ന പല ബേക്കറി ഐറ്റംസ് എന്ന് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഈ ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നതും ഒക്കെ ഈ ഒരു സ്റ്റോൺ ഫോർമേഷന് കാരണമാകുന്നുണ്ട്. ചില മരുന്നുകൾ റെക്കറൻ്റ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക്, പെയിൻ കില്ലേഴ്സ് ഒക്കെ അധികമായി കഴിക്കുന്നവർക്ക് ആ ഒരു കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് വരാം. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നോർമലി നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക. പാരാതൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ താഴെ കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പം ഈ ഒരു ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് രോഗങ്ങളോ മൂലം കാൽസ്യത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ആവാതെ നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ടും സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അല്ലെങ്കിൽ പല പ്രസൻറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കൂടുതലായിട്ടും കാണുന്നതും കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതായത് 70 മുതൽ ഒരു 80% വരെ ആളുകളിൽ സ്റ്റോൺ കാണുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഈ കാൽസ്യം ക്രിസ്റ്റൽസ് ആണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം
ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ ഓക്സലേറ്റിന്റെ പുറന്തള്ളൽ തടസ്സപ്പെടുന്നത് കൊണ്ടാണ്. അതായത് വെള്ളം കൂടി കുറയുന്നത്. നോർമലി ഇവരുടെ യൂറിൻ എന്ന് പറഞ്ഞാൽ ഒരു അസിഡിക് നേച്ചർ ആയിരിക്കും. അങ്ങനെയുള്ള യൂറിനിലാണ് കൂടുതലും ഈ ഒരു ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഫോർമേഷന് സാധ്യതയുള്ളത്. അപ്പം കൂടുതലായിട്ടും ഈ ഒരു സ്റ്റോൺ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിരിക്കും അവരുടെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ. ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു മണൽ തരിയുടെ വലുപ്പം തൊട്ട് ഒരു ടെന്നീസ് ബോളിന്റെ ആ ഒരു സൈസ് വരെ ഈ സ്റ്റോണിന് വേരിയേഷൻ വരാറുണ്ട്. അപ്പം ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം മൂത്രത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ അധികമായി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് പുറന്തള്ളുമ്പോഴും നല്ല വേദന പ്രസന്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ മൂത്രത്തിലൂടെ ബ്ലഡിന്റെ അംശം വരെ കാണാറുണ്ട്. ഇനി മറ്റൊരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സിസ്റ്റീൻ സ്റ്റോൺസ് ആണ്. സിസ്റ്റീൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ സിസ്റ്റീൻ്റെ അളവ് കൂടുന്നതിൻ്റെയാണ്. സിസ്റ്റീൻ യൂറിയ എന്ന് പറഞ്ഞാൽ യൂറിനിലൊക്കെ സിസ്റ്റീൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുക. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനോ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രോട്ടീൻസ് വിഘടിക്കും. വിഘടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്യൂരിൻ ഉണ്ടാവുന്നു. പ്യൂരിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് യൂറിക് ആസിഡ്. നമ്മൾ അധികമായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾ പൊതുവേ റെഡ് മീറ്റ് കൂടുതലായി കഴിക്കുന്ന ആൾക്കാർ, പ്രോട്ടീൻ അധികമായി കഴിക്കുന്ന ആൾക്കാർ, ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഇവർക്കൊക്കെയാണ് പ്രധാനമായി കാണുക. അതുപോലെ തന്നെ ബിയറിന്റെ ഉപയോഗം അധികമാണെങ്കിലും യൂറിക് ആസിഡിന്റെ ലെവൽ രക്തത്തിൽ കൂടുകയും അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അത് അടിയാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ സന്ധികളിൽ അടിയുമ്പോൾ നമ്മൾ അതിന് ഗൗട്ട് എന്ന് പറയും. കിഡ്നിയിൽ അത് സ്റ്റോൺ ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ കൂട്ടർ. ഇനി ഇത് കൂടാതെ സ്റ്റാഗ് ഹോൺ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അതായത് ഒരു മരക്കൊമ്പ് പോലെ ശിഖരങ്ങളായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ മാനിന്റെ കൊമ്പ് പോലെ എന്നൊക്കെ പറയാം. അവർക്ക് വലിയ വേദനയൊന്നും നമ്മുടെ കിഡ്നിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും ഉണ്ടാക്കാറില്ല. നമ്മൾ യാദൃശികമായിട്ട് സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് കാണാറ്. കൂടുതലും ഈ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കിഡ്നിയിലാണ് കാണാറ്. ഇനി ഇത് കൂടാതെ കാണുന്ന സ്റ്റുവൈറ്റ് സ്റ്റോൺസ് ആണ്. സ്റ്റുവൈറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ കൂടുതലും റിക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരിൽ കാണുന്നതാണ്. ഇത് ഒരു 10 മുതൽ 15% ആൾക്കാരിലും കാണാറുണ്ട്. ഇതിനകത്ത് മാഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, അമോണിയ ഇവ മൂന്നും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സ്റ്റോൺ ആണ്. ഇത്രയുമാണ് ഈ ഒരു കിഡ്നി സ്റ്റോണിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കാണാറ്. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ പ്രസന്റ് ചെയ്യാറുണ്ട്. അതായത് വളരെ ചെറിയ സൈസ്, ഒരു 5 മില്ലിമീറ്ററിന് താഴെയൊക്കെ വരുന്ന, ഇപ്പോൾ 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ ആ ഒരു വലുപ്പത്തിലൊക്കെ കാണുന്ന സ്റ്റോൺ ആണെങ്കിൽ ചിലപ്പോൾ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കില്ല. നമ്മൾ ഇപ്പോൾ വയറിന് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ യാദൃശികമായിട്ട് സ്റ്റോൺ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോണുകൾ ഭയങ്കര സൈലന്റ് ആയിട്ട് അങ്ങ് പോകും. ഇനി ഇതല്ലാതെ തന്നെ ചില ആൾക്കാർക്ക് ഇത് റെക്കറന്റ് ആയിട്ട് വരികയും അവർക്ക് ഭയങ്കര കഠിനമായ വേദനയായിരിക്കും. അവർ പറയുന്ന വേദന എപ്പോഴും പറയുന്നത് 2 വയറിന്റെ ആ ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലുമായിട്ടായിരിക്കും. ബാക്കിൽ നിന്ന്, അതായത് വാരിയെല്ലിന്റെ താഴ്ഭാഗത്തു നിന്ന് വേദന വരുന്നു, വയറിന്റെ അടിവയറിലേക്ക് വരുന്നു, അങ്ങനെ കാലിന്റെ ഇടുക്കിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള വേദന. അപ്പോൾ ഒരു പെയിൻ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോൺ പാസ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് യൂറിറ്ററിലൂടെ വരുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പെയിൻ ആണ് പറയുക. അവരൊരു ഒരു ലേഡിക്ക് അല്ലെങ്കിൽ ഒരു പ്രസവ വേദനയോളം തന്നെ വേദന ഉണ്ടാകും ഈ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിന്. ഈ ഒരു വേദനയോടൊപ്പം തന്നെ അവർക്ക് ഓക്കാനം, ഛർദിൽ, തലകറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. ഈ വയറുവേദന ഇങ്ങനെ കഠിനമായി നിൽക്കുന്നത് കൊണ്ട് അതിനോടൊപ്പമാണ് അവർക്ക് കൂടുതലായിട്ടും ഈ ഓക്കാനം, ഛർദിൽ പോലെയുള്ള പ്രശ്നം നിൽക്കാറ്. ഈ വേദനയോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് അവർക്ക് മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോവില്ല. അതായത് ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. മൂത്രത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ കിട്ടത്തില്ല. ചിലർക്ക് മൂത്രത്തിലെ രക്തത്തിന്റെ അംശം കാണാൻ പറ്റുന്നുണ്ടാവും. മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റിലായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ. കാരണം മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒരു തവണ തന്നെ പോകില്ല. അപ്പോൾ റിക്കറന്റ് ആയിട്ട് അത് ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസും ആ പേഷ്യൻസ് പറയാറുണ്ട്. ഈ ഒരു വേദനയോടൊപ്പം തന്നെ ഈ ഒരു ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. വേണ്ട രീതിയിലുള്ള ചെക്കപ്പുകൾ ചെയ്തിട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോണിനൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ പെയിൻ കില്ലർ അല്ലെങ്കിൽ ആ ഒരു വേദന വരുമ്പോൾ ചില ആൾക്കാർക്ക് പെയിൻ കില്ലർ കഴിക്കാൻ നോക്കും. അങ്ങനെ പെയിൻ കില്ലർ കഴിച്ച് അതിനെ സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കും. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ കിഡ്നിയിൽ നിന്ന് താഴെ യൂറേറ്ററിലേക്ക് വരികയോ അല്ലെങ്കിൽ ആ ട്യൂബിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാം. അത് പിന്നെ കിഡ്നീനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ യാദൃശികമായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെറിയ സ്റ്റോൺ അല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതി വിട്ടുകളയാതെ മാക്സിമം അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. അതിൽ വേണ്ട മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരിക, മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാറ്. അപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം തന്നെ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാറുണ്ട്, USG സ്കാൻ ചെയ്യാറുണ്ട്. അപ്പം ബ്ലഡ് ചെയ്യുമ്പോൾ
കൂടുതലും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് നോക്കാറ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് GFR ആണ്, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതിൻ്റെ ഒരു വാല്യൂ നോക്കാറുണ്ട്. അപ്പം GFRന്റെ റേറ്റ് ഒക്കെ കുറയുകയാണെങ്കിൽ നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷനെ കൂടി ബാധിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നോർമലി അത് നോക്കാറുണ്ട്. ഇപ്പോൾ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്നവരാണെങ്കിൽ അപ്പോൾ അതിൻ്റേതായ ഇൻഫെക്ഷൻസ് വരുന്നതിൻ്റെ ബ്ലഡ് ചേഞ്ചസ് ഒക്കെ കാണിക്കാറുണ്ട്. ഇപ്പോൾ കാൽസ്യം ലെവൽ നോക്കാറുണ്ട്. അപ്പോൾ ബ്ലഡിൽ കാൽസ്യം ലെവൽ കൂടുതലാണോ അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ വാല്യൂ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റോൺ ഫോർമേഷനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് അബ്ഡോമിനൽ സ്കാൻ ആണ്. സ്കാൻ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പോൾ ചില സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ എക്സ്റേ കൂടി എടുക്കാറുണ്ട്. നമുക്ക് അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒക്കെ നമ്മൾ നോർമലി ഡിറ്റക്ട് ചെയ്യാറ്. ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മില്ലിമീറ്ററിന് താഴെയുള്ളതാണെങ്കിൽ നമുക്ക് നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3-3.5 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് പുറം തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. ഒരു 3 മില്ലിമീറ്റർ ആ ഒരു അളവിലൊക്കെയുള്ള കല്ലുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം, നിങ്ങളൊരു 3-3.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 മുതൽ 3 ആഴ്ച വരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കല്ല് പുറം തള്ളുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇപ്പം ഒരു 4-5 മില്ലിമീറ്റർ ആ ഒരു സൈസിലൊക്കെ ആണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഒരു 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിലെങ്കിലും ആ സ്റ്റോൺ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം അത്രയും അധികം തന്നെ ആയിരിക്കണം. നല്ല അളവിൽ അതൊരു 2.5 ലിറ്ററോളം മൂത്രമായിട്ട് പുറം തള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റോൺ പുറത്തേക്ക് പോവുള്ളൂ. നമുക്കൊരു സ്റ്റോൺ ഉണ്ട്, നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്, അത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിയുടെ അളവ് കൂട്ടുക. നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് വെള്ളത്തും കൂടിയുടെ അളവ് കൂട്ടണം. നമ്മുടെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു ഫുഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെ തെറ്റിദ്ധാരണയാണ്, ഈ കാൽസ്യം സ്റ്റോൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും പറയും പാലിൻ്റെ അളവ്, അല്ലെങ്കിൽ പാല് കുടിക്കാനേ പാടില്ല, പാലിൽ മൊത്തം കാൽസ്യമാണ്, നമ്മുടെ പാല് കൂടി കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം, അങ്ങനെ സ്റ്റോൺ ഫോർമേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കൂടി കഴിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് നിങ്ങളുടെ മൂത്രത്തിൽ ഉള്ളത് എങ്കിൽ നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കാൽസ്യം ഓക്സലേറ്റും കൂടി ചേർന്നിട്ട് അത് കുടലിൽ നിന്ന് മലത്തിലൂടെയോ അല്ലെങ്കിൽ മൂത്രത്തിലൂടെയോ പുറന്തള്ളാൻ സഹായിക്കും. ഇനി നിങ്ങൾ കാൽസ്യം ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കുക ചെയ്യും. അപ്പം പിന്നെയുള്ള ഒരാൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് കിഡ്നിയിലെ സ്റ്റോൺ അല്ലെങ്കിൽ ഇതൊക്കെ അലിയിച്ച് കളയാൻ ഏറ്റവും നല്ലത് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മൂത്രത്തിൽ കല്ലാണെന്ന് പറയുമ്പോൾ വെള്ളം കൂടി അളവ് കൂട്ടാൻ വേണ്ടി നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നു. അങ്ങനെ പല രീതിയിലും ഈ സിട്രസ് ഫ്രൂട്ട്സ് അടങ്ങിയ വെള്ളമാണ് കുടിക്കാറ്. പക്ഷെ ഇതും നമുക്കൊരു അപകടം തന്നെയാണ്. ഇപ്പൊ ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് മാത്രമല്ല, നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു ഓക്സലേറ്റ് ഡിപ്പോസിഷൻ ഉള്ള ടെൻഡൻസി ഉണ്ട്. കാരണം ഈ സിട്രസ് ഫ്രൂട്ട്സിന് ഒരു ടെൻഡൻസി ഉണ്ട് ഓക്സലേറ്റ് കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ സി കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ സിട്രസ് ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കും. അതിന് പകരം നിങ്ങൾക്ക് പേരയ്ക്ക, ക്യാപ്സിക്കം ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ്. നിങ്ങൾ മാക്സിമം അതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെല്ലിക്കയൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ്. അവ സ്റ്റോൺ ഫോർമേഷൻ തടയും. പക്ഷേ സിട്രസ് ഫ്രൂട്ട്സ് ഒരിക്കലും ഒരു സ്റ്റോൺ ഫോർമേഷന് തടയുന്നില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കഴിക്കൂ, അമിതമാവരുത്. ആവശ്യത്തിന് കാൽസ്യം അടങ്ങിയ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺ ആണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ നിന്ന് പരമാവധി റെഡ് മീറ്റ് ഒഴിവാക്കുക. അതായത് പോത്തിറച്ചി, ആടിറച്ചി, പന്നിയിറച്ചി കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പയറ്, കടല, പരിപ്പ്, അതോടൊപ്പം തന്നെ ഇലക്കറികൾ, പനീർ തുടങ്ങിയ പ്രോട്ടീൻസ്, കൂണൊക്കെ കുറയ്ക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അത് പകരമായിട്ട് നിങ്ങൾക്ക് പാലും മുട്ടയും യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ഈ പ്രോട്ടീൻ നിങ്ങൾക്ക് ദോഷമൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള പേസ്ട്രീസോ അല്ലെങ്കിൽ കുക്കീസും കേസും ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അതോടൊപ്പം തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രെഡിൽ, കുബൂസിൽ, ബണ്ണിൽ ഇവയിലൊക്കെ ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വെള്ളയപ്പത്തിൽ ഈസ്റ്റ് അടങ്ങിയിട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതുവഴി സ്റ്റോൺ ഫോർമേഷൻ തടയാൻ പറ്റും. ഇനി നമ്മൾ പ്രോബയോട്ടിക്സ് നല്ലോണം കഴിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് ഈ സ്റ്റോൺ ഫോർമേഷൻ തടയാൻ പറ്റും. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ പുളിയില്ലാത്ത തൈര് സ്ഥിരമായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓക്സലോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കൂട്ടം ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയകൾ ഓക്സലേറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഫോർമേഷൻ തടയാൻ സഹായിക്കും. അപ്പോൾ പ്രോബയോട്ടിക്സ് കഴിക്കുന്നതും നിങ്ങൾക്ക് ഒരു പരിധി വരെ കല്ലിൻ്റെ ഫോർമേഷൻ തടയാൻ സഹായിക്കുന്നുണ്ട്. ഇനി ആൻറ്റി ഓക്സിഡൻസ് ആണ് പ്രധാനമായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, നട്ട്സ് കഴിക്കാം, ഒലിവ് ഓയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇവയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോൺ ഫോർമേഷൻ, പ്രധാനമായിട്ടും പ്രോട്ടീൻ്റെ സ്റ്റോൺ ഫോർമേഷൻ തടയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ
ഈ പറഞ്ഞ രീതിയിൽ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടുതലല്ല എന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ടൊരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോൺ ഫോർമേഷനോ അല്ലെങ്കിൽ മറ്റ് പല കംപ്ലയിൻസും കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. പുകവലി, മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾക്കറിയാം ടുബാക്കോ അല്ലെങ്കിൽ മദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അസറ്റാൽഡിഹൈഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീഹൈഡ്രേഷൻ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പുകവലിയിലാകുമ്പോൾ ടുബാക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജന്റെ സപ്ലൈ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ കിഡ്നിക്ക് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവ രണ്ടും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ നോർമലാക്കി നിർത്താൻ പറ്റും. അതുവഴി നമുക്ക് കിഡ്നി സ്റ്റോൺ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.